പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ നമുക്കെതിരെ എത്ര ശക്തമായി കടന്നു വന്നാലും നമ്മെ പിടിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ കാറ്റിനേക്കാൾ കരുത്തുള്ളതാണ്, പ്രതികൂലത്തേക്കാൾ കരുത്തുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം, ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം. ദൈവം നമ്മെ ഒരിക്കലും കൈവിടില്ല, ഉപേക്ഷിക്കില്ല. മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിലാണ് പത്രോസ് അത്ഭുതകരമായി വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. വിശ്വാസത്തോടെ ചുവടെടുത്തു വെച്ച പത്രോസിൻ്റെ ആ ചുവടുവെപ്പിനെ മറ്റെല്ലാവരും ആശ്ചര്യത്തോടെ കണ്ടു. ശിഷ്യന്മാർക്കാർക്കുമില്ലാത്ത ഒരു വലിയ ധൈര്യമാണ് പത്രോസിന് ആ സമയം ലഭിച്ചത്. താൻ വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കിലേക്ക് നടന്നു ചെല്ലുകയാണ്. അതുവരെ തന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ച, മുക്കിക്കളയാൻ ശ്രമിച്ച തിരമാലകളുടെ മുകളിലൂടെ വിരോധമായി അടിച്ച കാറ്റുകൾക്കെതിരെ ഇപ്പോൾ ഈ ദൈവമനുഷ്യൻ നടന്നു ചെല്ലുമ്പോൾ ഒരു നിമിഷം തൻ്റെ ശ്രദ്ധ തന്നെ വിളിച്ച യേശുവിൻ്റെ മുഖത്ത് നിന്ന് ചുറ്റുപാടും ഉള്ള അതേ അന്തരീക്ഷത്തിലേക്ക്, കലങ്ങിമറിയുന്ന തിരമാലകളിലേക്ക്, എതിരെ അടിക്കുന്ന കാറ്റിലേക്ക് താൻ ഒന്ന് ദൃഷ്ടി പായിച്ചപ്പോൾ സംഭവിച്ചത്, താൻ ക്ഷീണിച്ചുപോയി, താൻ മുങ്ങിപ്പോയി, തളർന്നുപോയി, അവിടെ തൻ്റെ വിശ്വാസം ചോർന്നുപോയി. എന്നാൽ തന്നെ മുക്കിക്കളയുവാൻ ആ തിരമാലകൾക്ക് കഴിഞ്ഞില്ല. എതിരെ അടിച്ച കാറ്റിന് തന്നെ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുവാൻ കഴിഞ്ഞില്ല, യാത്ര നിർത്തുവാൻ കഴിഞ്ഞില്ല. അവിടെ നാം കാണുന്നു, യേശു പത്രോസിൻ്റെ കൈക്ക് പിടിച്ചു. കാറ്റെത്ര ശക്തമായി നമുക്കെതിരെ കടന്നു വന്നാലും, പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും എന്തെല്ലാം നിങ്ങൾക്ക് വിരോധമായി കടന്നു വന്നാലും, യേശുവിൻ്റെ കരത്തിന് നിങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാ പ്രശ്നത്തെക്കാളും കരുത്തുണ്ട്. ആ കരങ്ങളിൽ നിങ്ങൾ സുരക്ഷിതരാണ്. ആ കരം നിങ്ങളെ തേടിയെത്തിയിട്ടുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കുക, നമ്മെ വിളിച്ച ദൈവം വഴിമധ്യത്തിൽ നമ്മളെ ഉപേക്ഷിക്കുന്നവനല്ല. ഒരുപക്ഷെ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ തളർന്നു പോയാലും ദൈവം നമ്മെ ആ യാത്ര പൂർത്തീകരിക്കുവാൻ സഹായിക്കും. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് ഈ യാത്ര തുടരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എന്നെ കേൾക്കും നിങ്ങളിൽ ആരെങ്കിലും മനസ്സ് ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ, ഒരു പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. അത്ഭുതമന്ത്രിയായ ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് ധൈര്യത്തോടെ പിടിച്ച ഈ യാത്ര തുടരാം. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.